ഹലോ, വൈകുന്നേരമായപ്പോൾ ഉമ്മ പറഞ്ഞു നമുക്ക് രാത്രി കഴിക്കാൻ ചോറില്ല, എന്തെങ്കിലും ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ, ചപ്പാത്തി ഉണ്ടാക്കാമെന്ന്. ഓ, ഞാൻ കേട്ട മതി ഉടനെ പാത്രം എടുത്തു, മാവെടുത്തു, വെള്ളം എടുത്തു, അങ്ങോട്ട് കുഴയ്ക്കലും തുടങ്ങി. ചപ്പാത്തിക്ക് മാവ് കഴിക്കാൻ നിന്നാൽ ഞാനും മാവും തമ്മിലൊരു മൽപ്പിടുത്തം തന്നെ ഇവിടെ നടത്തേണ്ടി വരും. കാരണം വെള്ളം കൂടിപ്പോവും, പിന്നെ ഞാൻ മാവിടും, അപ്പം മാവ് കട്ടിയാവും, വീണ്ടും വെള്ളം ഒഴിക്കും, വീണ്ടും മാവ് കട്ടിയാവും. അവസാനം മാവ് ഇട്ടിട്ട് ഇതെവിടെ ചെന്ന് നിൽക്കുമെന്ന് പോലും എനിക്കറിഞ്ഞൂടാ. എങ്ങനെയെങ്കിലും ഞാൻ അവസാനം ഈ ഉരുട്ടി മടക്കി ചവിട്ടി കുഴച്ച് വെച്ച്. പിന്നെ ഒരു 2 മണിക്കൂറത്തേക്ക് റെസ്റ്റ്. മാവിനല്ല, കുഴച്ചതല്ലേ, എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം. അങ്ങനെ ഞാനൊരു 2 മണിക്കൂർ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പരത്താൻ വേണ്ടിയിട്ട് നിന്ന്. എനിക്കിഷ്ടമില്ലാത്ത സാധനമാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കണം എന്ന് പറയുന്നത്. കുഴയ്ക്കണം, പരത്തണം, ചുടണം, അതാണ് ഏറ്റവും മെനക്കെട്ട പരിപാടി. തിന്നണമെങ്കിൽ നമ്മളല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്, നമുക്ക് വേറെ ആരും ചെയ്തു തരില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ഇതങ്ങോട്ട് ചെയ്തു. ഞാൻ പരത്തണം വേണ്ടപ്പോൾ പിന്നെ എൻ്റെ മോനും ഉടനെ അങ്ങ് പരത്തണം. നമ്മൾ വിചാരിക്കും, ഓ ചെയ്യട്ട്, കൊച്ചിലേ ചെയ്താൽ അവരങ്ങ് വലുതാകുമ്പോൾ ചെയ്ത് മറിക്കുമെന്ന്. ഇല്ല, കമന്ന് കിടക്കുന്ന പ്ലാവലെടുത്ത് നൂത്തിടത്ത് പോലുമില്ല. ഇപ്പോഴൊക്കെ നമ്മളെ വീട്ടിൽ നടന്ന കഥകൾ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും ഞാൻ വെച്ചിട്ടില്ല, പരത്തി കിട്ടുമെന്ന് വിചാരിച്ച്. പിന്നെ അവൻ പരത്തിക്കൊണ്ട് നിന്നപ്പോൾ ഞാൻ പരത്തിയതെല്ലാം കൂടെ പെട്ടെന്ന് ചുടാൻ വേണ്ടിയിട്ട് നിന്ന് എല്ലാം ചുട്ടൊക്കെ തീർന്ന് ചപ്പാത്തി കഴിക്കാറായപ്പോൾ വേറൊരു ടെസ്റ്റ്. പള്ളിയിൽ നിന്ന് മൗലൂദിന് നേർച്ച ചോറ് കിട്ടി. എനിക്ക് ചപ്പാത്തിയേക്കാൾ ഇഷ്ടം ചോറാണ്, അതായത് ഉത്തമ. എനിക്ക് ചപ്പാത്തി വേണ്ട, ഞാൻ ഉടനെ ചോറ് കഴിച്ച് കിടന്നു തുടങ്ങി. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു?